New Srivari Auto Finance near Valluvanadu Hospital, Grand Mall Complex, Settapalam. Phone number 9656444458, 9656444457. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമല സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമല സംരക്ഷണ സദസ്സും തേങ്ങ ഉടക്കലും സംഘടിപ്പിച്ചു. പരിപാടി DCC സെക്രട്ടറി K. ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാരാ? അത് കേരളത്തിലെ പോലീസുകാരാണ്. കേരളത്തിലെ പോലീസുകാരാണ് തിരക്ക് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരായവര്. നമ്മുടെ ബഹുമാനായ പോലീസിന്റെ എണ്ണത്തിന്റെ 25% ശ്രീ ശബരിമലയിൽ ഉണ്ട് എന്നാണ് കേരളത്തിന്റെ മന്ത്രിയായ ശ്രീ MP രാജേഷ് പറഞ്ഞത്. പക്ഷെ എന്താ യാഥാർത്ഥ്യം? അവിടെ ശബരിമലയിൽ 3 ഷിഫ്റ്റുകളായിട്ടാണ് പോലീസുകാർ സേവനം അനുഷ്ഠിക്കുന്നത്. ഞാൻ പോലീസുകാരെ കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. പോലീസുകാരുടെ സേവനം അവിടെ നല്ല നിലയിൽ നടക്കണമെന്നും നടക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 650 പോലീസുകാരെ കൊണ്ട് 1,00,000-ഓളം പേർ ഒരു ദിവസം ശബരിമലയിൽ ദർശനം നടത്തുമ്പോ അവരെ നിയന്ത്രിക്കാനോ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കാനോ കഴിയുന്നില്ല. ഇപ്പൊ പറയുന്നത് ഇനി ആളുകൾ ഇപ്പൊ ഓൺലൈനായിട്ടാണ്. പണ്ടുകാലത്ത് ഓൺലൈനൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ NK കൃഷ്ണൻകുട്ടി, K. കബീർ, MA സിദ്ദീഖ്, KC അബ്ദുറഹ്മാൻ, മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, പ്രദീപ് കുന്നക്കാവ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. മായ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിനി വിനോജ്, കൗൺസിലർമാരായ M. ഗോപൻ, PT. രാധ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MV ശിഹാബുദ്ദീൻ, EP. ഋഷികേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മായനൂർ പാലത്തിന് സമീപത്ത് നിന്നും തുടങ്ങിയ ജാഥയ്ക്ക് നേതാക്കളായ N. വിജയകുമാർ, സൂര്യനാരായണൻ, രമ രവീന്ദ്രൻ, KG ഗിരിജ, ബിന്ദു, ശൈലജ സോമൻ, K. അബ്ദുൾ ബഷീർ, KP. പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ SC വിഭാഗം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ വയോജനക്ഷേമം പദ്ധതിയുടെ ഭാഗമായി SC വിഭാഗം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും 200 പേർ അപേക്ഷിച്ചതിൽ മുഴുവൻ അപേക്ഷകർക്കുമാണ് കട്ടിൽ വിതരണം ചെയ്തത്. ഇതിനായി 8.5 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന SC വിഭാഗം വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് കട്ടിൽ നൽകുമെന്നും ഇതിനായി 10.5 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജൂലൈ മാസത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം കിട്ടിയത്. ഏതാണ്ട് സാധാരണഗതിയിൽ ഫെബ്രുവരി മാസത്തിൽ കിട്ടാനുള്ള അംഗീകാരം ഇത്തവണ ജൂലൈ മാസത്തിലാണ് 14ാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്താകെ പദ്ധതിക്ക് അംഗീകാരം കിട്ടി. ആ പദ്ധതി പ്രവർത്തനം നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. മാർച്ച് 31-നുള്ളിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതി എന്നുള്ള നിലയിൽ നമ്മളെ SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള 200 കുടുംബങ്ങളാണ് അപേക്ഷകരായിട്ടുള്ളത്. ആ 200 കുടുംബങ്ങൾക്കും കട്ടിൽ വിതരണം ഇന്നും നാളെയും പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 25 കുടുംബങ്ങൾക്ക് വീട് വാസയോഗ്യമാക്കൽ പദ്ധതിയിൽ SC വിഭാഗത്തിനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. വീട് വാസയോഗ്യമാക്കുക എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ കൊണ്ട് ഇപ്പോൾ അവരുടെ വീടിൻ്റെ കേടുപാടുകൾ തീർത്ത് ഒരു 10 കൊല്ലത്തിന് പ്രയാസമില്ലാണ്ട് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള വീട് വാസയോഗ്യമാക്കൽ പദ്ധതി ഈ പ്രാവശ്യം SC വിഭാഗത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക. രേഖ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾ കുറേ പ്രാവശ്യം നടക്കാതിരിക്കുക, എന്തെല്ലാം രേഖ ഉണ്ടാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത അവർക്ക് വരുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. വാർഡ് മെമ്പർ സിന്ധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ്, വാർഡ് മെമ്പർമാരായ ജയശ്രീ, സുബ്രഹ്മണ്യൻ, നളിനി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഷൊർണൂരിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു.
കൊച്ചിൻ പാലത്തിന് സമീപം 5.26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭാരതപ്പുഴയോട് ചേർന്ന് 1400 സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം ഒരുക്കിയത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ P സിന്ധു, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ FG മുകുന്ദൻ, V ഫാത്തിമത്ത് ഫർസാന, K കൃഷ്ണകുമാർ, P ജിഷ, KM ലക്ഷ്മണൻ, CPIM ലോക്കൽ സെക്രട്ടറി ND വിൻഷാദ്, വിജയപ്രകാശ് ശങ്കർ, KC സോമൻ, താഹിർ, സുദേശ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഒരു ഇടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ യോഗം ചേർന്നു. സ്ത്രീകളെ ആത്മവിശ്വാസവും പ്രതികരണശേഷിയുമുള്ളവരാക്കി മാറ്റുക എന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള മാർഗമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര. ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ 2023 ഭാഗമായി ജില്ലയിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും ലിംഗ അടിസ്ഥാനത്തിലുള്ള അക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിനുമായി ചേർന്ന യോഗത്തിൽ നേതൃത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. സുരക്ഷയെ കരുതി പല തടസ്സങ്ങളും ഉന്നയിച്ച് സമൂഹം സ്ത്രീകളെ ആത്മവിശ്വാസമില്ലാത്തവരാക്കി മാറ്റുന്നു. കുടുംബത്തിലെ ചുമതലകൾ നിറവേറ്റേണ്ടത് സ്ത്രീകളാണ് എന്ന ധാരണയുണ്ടാക്കി വീടുകൾക്കുള്ളിൽ തന്നെ തളച്ചിടുകയും അവരെ കഴിവിനൊത്ത ജോലി ലഭിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യുന്നു. അതിനാൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെങ്കിലും ഉദ്യോഗത്തിലിരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. സമൂഹത്തിന്റെ പൊതുവായി ഇത്തരം ധാരണകളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണം നടത്തണമെന്നും സ്ത്രീകളെ ആത്മവിശ്വാസവും പ്രതികരണശേഷിയുള്ളവരാക്കി മാറ്റണമെന്നും ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. ലിംഗ അടിസ്ഥാനത്തിലുള്ള അക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള ആശയങ്ങൾ, വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ലിംഗവിവേചനങ്ങൾ എന്നിവ സംബന്ധിച്ച് പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി, കൊഞ്ഞാമ്പാറ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രാഹുൽ, ശ്രീലക്ഷ്മി, കാറൽമണ്ണ CCST കോളേജ് വിദ്യാർത്ഥികളായ അമൃത, റിൻഷ, തിരുവിതാംകുന്ന് AVN കോളേജ് വിദ്യാർത്ഥി ഗോപിക എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിനായി വിവിധ വകുപ്പുകൾ മുഖേന നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആക്ഷൻ പ്ലാൻ അതത് വകുപ്പ് ഉദ്യോഗസ്ഥർ വിവരിച്ചു. പരിപാടിയിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ്, ജില്ലാ പ്രോഗ്രാം ഓഫീസർ CR ലത, വനിതാ സംരക്ഷണ ഓഫീസർ VS ലൈജു, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, പോലീസ്, തദ്ദേശ സ്വയംഭരണ, എക്സൈസ്, പട്ടികജാതി വികസന, പട്ടികവർഗ വികസന, സാമൂഹികനീതി എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. നാടൻപാട്ട് കലാകാരൻ പ്രതീഷ് ആലിപ്പറമ്പിന് കലാനിധി പുരസ്കാരം ലഭിച്ചു. നാടൻപാട്ട് കലാകാരൻ പ്രതീഷ് ആലിപ്പറമ്പിന് കലാനിധി പുരസ്കാരം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന മീഡിയ 10 എക്സ്പ്രസ് ചാനലും പ്രൊട്ടക്ഷൻ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ വെച്ച് സിനിമ ടെലിവിഷൻ നടൻ ദിനേശ് പണിക്കരാണ് പ്രതീഷ് ആലിപ്പറമ്പിന് കലാനിധി പുരസ്കാരം സമ്മാനിച്ചത്. കോവിഡ് കാലത്ത് വിശ്രമമില്ലാതെ 200 ദിവസം കവിതായജ്ഞം നടത്തിയാണ് പ്രതീഷ് ആലപ്പറമ്പ് എന്ന നാടൻപാട്ട് കലാകാരൻ ശ്രദ്ധേയമാവുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയിലൂടെ കലാരംഗ എത്തിയ പ്രതീഷ് സ്കൂൾ കലോത്സവങ്ങളിൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നാടൻപാട്ട് അവതരിപ്പിച്ച നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. കലാനിധി പുരസ്കാരം സമഗ്ര സംഭാവനക്കുള്ള ഒരു പുരസ്കാരമാണ് കലാനിധി പുരസ്കാരം. ഇതിന് മേടിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കലാമണ്ഡലം കലാശ്രീ വാസുമാഷാണ്. അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും എനിക്കിത് കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാനസിക സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് 100 കവിത ആലപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രശസ്തരുടെ അല്ല, അത്ര അവരുടെ മറ്റേ നാട്ടുപുറത്തുള്ള ആളുകളുടെ കവിത ശേഖരിച്ച് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെയാണ് ആലപിച്ചതാണ്. കോവിഡ് കാലത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതും കൂടി പരിഗണിച്ചിട്ടാണ് എനിക്ക് പുരസ്കാരം കിട്ടിയത്.
പിന്നെ ഞാൻ നാടൻപാട്ട് കലാകാരനെന്നറിയാലോ, അങ്ങനെ നാടൻപാട്ടിൽ അങ്ങനെ മറ്റേ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാട്ടുകൾ സമർപ്പിക്കാറുണ്ട്. ഈ എല്ലാ മേഖലയും പരിഗണിച്ചിട്ടാണ് എനിക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഈ പുരസ്കാരം കിട്ടിയതിൽ വളരെ സന്തോഷവാനാണ്. SYS സംസ്ഥാന വ്യാപകമായി പരിസ്ഥിതി സംരക്ഷണ പരിപാടി സംഘടിപ്പിച്ചു. SYS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ വാരാചരണത്തിന് അലനല്ലൂർ സോണിൽ തുടക്കമായി. ക്യാമ്പയിനിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ സംഘടിപ്പിക്കുന്ന ഇക്കോ സല്യൂട്ട് സോൺ തല ഉദ്ഘാടനം കുലിക്കിലിയാട് യൂണിറ്റിൽ നടന്നു. കുലിക്കിലിയാട് ജുമുഅ മസ്ജിദ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ മനുഷ്യരാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ SYSന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് 70 തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എക്കോ സല്യൂട്ട് എന്ന പേരിൽ വളരെ നല്ല ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. നാടിനെയാകെ സമൂഹത്തെയാകെ യോജിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഐക്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാനും നാടിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടേതായ സംഭാവന നൽകാനും SYSന് സാധിക്കട്ടെ. പച്ചമണ്ണിന്റെ ഗന്ധം അറിയുക, പച്ചമണ്ണിന്റെ രാഷ്ട്രീയം പറയുക എന്ന പ്രമേയത്തിൽ നടന്ന ചർച്ചയിൽ മതരാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. SYS സോൺ പ്രസിഡന്റ് ഷഫീഖ് അലി അൽ ഹസനി കൊമ്പം, ജനറൽ സെക്രട്ടറി മുത്തലിഖ് റഹ്മാനി കച്ചേരിപ്പറമ്പ്, ഫായിസ് റഷാദി സഖാഫി, മുഹമ്മദ് കുട്ടി കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണം, ശുചീകരണം, വൃക്ഷത്തൈകൾ നടൽ തുടങ്ങിയ പദ്ധതികളും നടന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ജൈവ പച്ചക്കറികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലുടനീളം ജൈവ വൈവിധ്യ പച്ചക്കറികൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മങ്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി 30,000-ഓളം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. മങ്കര കൃഷിഭവനിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ വിതരണോദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. അല്ലാത്ത സാധനങ്ങൾ ഒട്ടും വളവും മിതമായ നിരക്കിൽ കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനവും മങ്കരയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ദീർഘമായി ഒന്നും പറയുന്നില്ല. ഈ 30,000 തൈകൾ ഇവിടെ വിതരണം ചെയ്യുമ്പോൾ അത് മങ്കര പഞ്ചായത്തിലെ വീടുകളിലേക്ക് എത്തിക്കുകയും അവരുടെ വീടുകളിൽ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിച്ച് വരുന്ന ഓണത്തിന് സർക്കാർ ഒരുപാട് സ്കീമുകൾ പറയുന്നുണ്ട്. ഒരു മുറം പച്ചക്കറി എന്നൊക്കെ. അപ്പോൾ ഓണത്തിന് നമുക്ക് സമൃദ്ധമായ വിഭവങ്ങൾ ഒരുക്കാൻ പാകത്തിനുള്ള തൈകൾ ഇവിടെ ഉണ്ട്. അതിനാവശ്യമായ വളങ്ങൾ തൈകൾ സൗജന്യമായി നൽകും. വളം സൗജന്യമായി നൽകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മിതമായ നിരക്കിൽ വളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രവർത്തനം നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് പറ്റിയ ഒരു കമ്മിറ്റിയുണ്ട്. പറ്റിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രത്യാശിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ്, വാർഡ് മെമ്പർമാരായ പാഞ്ചാലി, ചന്ദ്രിക, രതീഷ് കുമാർ, വിനോദ് കുമാർ, അനിത, കൃഷി ഓഫീസർ മുകുന്ദകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ, കാർഷിക കർമ്മസേന കൺവീനർ സരിത, ഇക്കോ ഷോപ്പ് കൺവീനർ ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ തെൻട്രൽ ടൈലറിംഗ് യൂണിറ്റ് ആരംഭിച്ചു. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭം എന്ന പ്രൊജക്ട് പ്രകാരം ധനസഹായം അനുവദിച്ച തെൻട്രൽ ടൈലറിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം വടകരപ്പതിയിലെ കേരാമ്പറയിൽ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. സുജാത നിർവഹിച്ചു. പദ്ധതി പ്രകാരം ടൈലറിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള ചെലവിന്റെ 75% സബ്സിഡി ലഭിക്കും. ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭം എന്ന പദ്ധതി പ്രകാരം 12 ലക്ഷം രൂപയാണ് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് ധനസഹായം അനുവദിക്കുന്നത്. ഇതിൽ 2 ലക്ഷം രൂപ വീതം ചെലവിൽ 6 യൂണിറ്റുകളാണ് ആരംഭിക്കുന്നത്.
2 യൂണിറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. ഗ്രൂപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ബാക്കി 3 ടൈലറിംഗ് യൂണിറ്റുകൾ ആരംഭിക്കും. വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് അംഗം ചിന്നസ്വാമി അധ്യക്ഷനായ ഉദ്ഘാടന പരിപാടിയിൽ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സിന്ധു, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK മണികുമാർ, ബ്ലോക്ക് അംഗങ്ങളായ A ബാബുരാജ്, വിശാലശി, M സുബൈറത്ത്, ചിറ്റൂർ ബ്ലോക്ക് ഓഫീസർ രാജഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ക്ലീൻ കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം, വലിച്ചെറിയൽ മുക്ത കേരളം, ശുചിത്വ മിത്രോത്സവം എന്നിവയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന മെഗാ ക്ലീൻ ക്യാമ്പയിനിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ 50 ടൺ നിഷ്ക്രിയ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുകയും ക്ലീൻ കേരള കമ്പനി സമയബന്ധിതമായി നീക്കം ചെയ്യുകയും ചെയ്തു. വൃത്തിയുള്ള വാണിയംകുളം എന്ന പ്രത്യേക മാലിന്യ പരിപാലന ക്യാമ്പയിൻ ഫെബ്രുവരി 15-ന് പനയൂർ മിനിപ്പടിയിൽ നിന്നാണ് ആരംഭിച്ചത്. ക്യാമ്പയിനിന്റെ ഭാഗമായി വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യം ശേഖരിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾ, സ്ഥാപനങ്ങളിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങൾ കലണ്ടർ പ്രകാരം ശേഖരിക്കുകയും കൂടാതെ ക്യാമ്പയിനിന്റെ ഭാഗമായി നിലവിലെ മുഴുവൻ മാലിന്യങ്ങളും ശേഖരിച്ച് നീക്കം ചെയ്യലും ഊർജിതമാക്കിയാണ് മെഗാ ക്യാമ്പയിൻ പൂർത്തിയാക്കിയത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്, പേപ്പർ, ഇരുമ്പ് സാധനങ്ങൾ, ബൾബ്, കുപ്പി, ചെരുപ്പ്, ബാഗ് തുടങ്ങിയവ വീട്ടുകാർ ചാക്കിൽ സൂക്ഷിക്കുകയും നിശ്ചയിച്ച ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്ന ഹരിതസേനാംഗങ്ങൾക്ക് എല്ലാ മാസങ്ങളിലും നിശ്ചിത യൂസർ ഫീസോടെ മാലിന്യങ്ങൾ കൈമാറുകയും ചെയ്യുന്ന പതിവ് പ്രക്രിയ തുടരുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ 18 വാർഡുകളിലും മാലിന്യ പരിപാലന പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ക്ലീൻ കേരള കമ്പനിയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മെഗാ ക്യാമ്പയിൻ സമാപനത്തിന്റെ ഭാഗമായി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ശുചിത്വ സംഗമം പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ മാസം 24-ാം തീയതി വരെയുള്ള 18 ദിവസം 18 വാർഡുകളിൽ അന്ന് ഹരിതകർമ്മസേന മാത്രം ശേഖരിച്ചാൽ എത്താത്ത സാഹചര്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രത്യേകം വണ്ടി എല്ലാ സംവിധാനത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ 2021 ഡിസംബർ മാസത്തിൽ ഏതാണ്ട് 178 ടണ്ണ് പാഴ്വസ്തുക്കളും മാലിന്യങ്ങളുമാണ് വാണിയംകുളം പഞ്ചായത്തിന് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലക്കാലം കൃത്യമായ മാസത്തിലൊരിക്കൽ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുക. പല വീട്ടുകാരും ഇത് ഒരു അനാവശ്യ ചിലവാണ് എന്നുള്ള രീതിയിൽ അവരോട് വളരെ മോശമായി പെരുമാറുന്ന ചില സംവിധാനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നു. എന്തായാലും ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. നമ്മളെ പഞ്ചായത്ത് പ്രദേശത്ത് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ ഇന്ന് വരെ 18 വാർഡിലും നമ്മളൊരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മസേന ശേഖരിക്കേണ്ട കലണ്ടർ പ്രകാരമുള്ള എല്ലാ മാലിന്യങ്ങളും ശേഖരിക്കാനും ആ ശേഖരിച്ച മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാനും ക്ലീൻ കേരള കമ്പനി അത് ചിട്ടപ്പെട്ട രീതിയിൽ കൃത്യമായി മുൻകാലത്തെ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വളരെ ഗൗരവത്തോടു കൂടി അത് നീക്കം ചെയ്യണം എന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങളും ക്ലീൻ കേരള കമ്പനി നീക്കം ചെയ്യുന്ന പ്രക്രിയയുടെ ഫ്ലാഗ് ഓഫ് പ്രസിഡന്റ് നിർവഹിച്ചു. വാർഡംഗം വി സിന്ധു അധ്യക്ഷയായ പരിപാടിയിൽ മെമ്പർമാരായ സുജിത് P രാജ്, ശങ്കരനാരായണൻ, സെക്രട്ടറി AK വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി R ബിന്ദു, ക്ലീൻ കേരള ജില്ലാ RPV സഹദേവൻ, ഹരിതകർമ്മസേന കൺസോർഷ്യം ഭാരവാഹികളായ MA ശ്രീലത, K ഗീത എന്നിവർ സംസാരിച്ചു. ചരിത്രത്തിൽ ഇന്ന് പ്രതിഭ പാട്ടീൽ ജന്മദിനം. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ 12ാമത് രാഷ്ട്രപതിയുമായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവുമാണ് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. മഹാരാഷ്ട്രയിലെ ബോംബെ ജില്ലയിലെ നാഡാഗോവണിയിലെ ഒരു മറാത്തി കുടുംബത്തിൽ നാരായണൻ റാവു പട്ടേലിന്റെയും ഗംഗാബായിയുടെയും മകളായി 1934 ഡിസംബർ 19-നാണ് ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ജൻഗണിലെ MJK കോളേജിൽ നിന്ന് ബിരുദവും ബോംബെ ഗവൺമെന്റ് കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. ജൽഗാൺ ജില്ലാ കോടതിയിൽ ഒരു അഭിഭാഷകയായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1967 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭാംഗമായതോടെയാണ് പ്രതിഭയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 1967 മുതൽ 1985 വരെയും മഹാരാഷ്ട്ര നിയമസഭാംഗമായിരുന്നു. 1967 മുതൽ 78 വരെ 80 മുതൽ 85 വരെയും മഹാരാഷ്ട്ര സർക്കാരിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു. 1985 മുതൽ 1990 വരെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ പ്രതിഭ 1986 മുതൽ 88 വരെ രാജ്യസഭാ ഉപാധ്യക്ഷയായും പ്രവർത്തിച്ചു. 88-89 കാലയളവിൽ മഹാരാഷ്ട്രയുടെ PCCയുടെ പ്രസിഡന്റായിരുന്നു. 1991 മുതൽ 96 വരെ അമരാവതിയിൽ ലോക്സഭാംഗമായി. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭ 2004 രാജസ്ഥാന്റെ ഗവർണറായി നിയമിക്കപ്പെട്ടു. രാജസ്ഥാൻ ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് പ്രതിഭ. 2007 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവതരിപ്പിച്ച ശിവരാജ് പാട്ടീൽ, കരൺ സിംഗ് എന്നിവരെ ഇടത് സഖ്യകക്ഷികൾ അംഗീകരിക്കാതിരുന്നതിനെ തുടർന്ന്
അനുനയ സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രതിഭ പാട്ടീലിന്റെ പേര് ഉയർന്നു വരുന്നത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് 2007 രാജസ്ഥാൻ ഗവർണർ സ്ഥാനം പ്രതിഭ രാജിവെച്ചു. 2007 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളിയായിരുന്നു ഉപരാഷ്ട്രപതി ബൈരോൺ സിംഗ് ഷെഖാവത്തിനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ 12ാമത് രാഷ്ട്രപതിയായി പ്രതിഭ പാട്ടീൽ സ്ഥാനമേറ്റു. 2012 കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പ്രതിഭ പാട്ടീൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം പ്രണബ് മുഖർജി അധികാരമേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.